പുതുനഗരം ഷാഫി മസ്ജിദിൽ നഗാരമുഴക്കൽ തുടരുകയാണ്. പരമ്പരാഗത ശൈലി നിലനിർത്തി തന്നെ. മുസ്ലിം പള്ളികളിൽ ബാങ്ക് വിളിക്കുന്ന നേരം ശബ്ദമുണ്ടാക്കി സമയമറിയിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു വാദ്യോപകരണമാണ് നഗാരം. അപൂർവം ചില പള്ളികളിൽ ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നു. പുതുനഗരത്തെ ഷാഫി മസ്ജിദിൽ ഇപ്പോഴും മുടക്കമില്ലാതെ ഈ സമ്പ്രദായം തുടരുന്നുണ്ട്. 5 നേരം നമസ്കാരത്തിനും അത്താഴത്തിനുമായി വിശ്വാസികളെ ഉണർത്താൻ നഗാരം മുഴക്കുന്നത്. പള്ളിക്കമ്മിറ്റികൾ നഗാരയെ വളരെയേറെ കരുതലോടെയാണ് സംരക്ഷിക്കുന്നത്. കോവിഡ് മൂലം പള്ളികൾ അടച്ചിട്ട ബാങ്കൊലി മാത്രം നിലനിർത്തിയ സമയത്തും നഗാരമുഴക്കം മുടക്കമില്ലാതെ തുടർന്നു. ഉച്ചഭാഷണിയോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്ത കാലത്ത് ഒരു പള്ളിയിൽ നിന്നുള്ള നഗാരത്തിന്റെ മുഴക്കം 3-4 കിലോമീറ്റർ ദൂരം കേൾക്കും. അഥവാ ഒരു മഹലിനേക്കാൾ വ്യാപ്തിയുള്ളതായിരിക്കും ഒരു നഗാരത്തിന്റെ ശബ്ദപരിധി. റമളാൻ മാസം അത്താഴ സമയമറിയിക്കാനും പെരുന്നാൾ മാസം ഉറപ്പിക്കാനുമൊക്കെയായിരുന്നു നഗാരം മുഴക്കാറുള്ളത്. 1.5 മീറ്ററിലധികം വ്യാസത്തിൽ വൃത്താകൃതിയിലുള്ള വലിയ മദ്ദളത്തിന്റെ ആകൃതിയിലുള്ള നഗാരയിൽ 10-ലധികം തവണ അടിച്ചാണ് ഉച്ചഭാഷണിയില്ലാത്ത കാലങ്ങളിൽ നമസ്കാരത്തിന് വിശ്വാസികളെ പള്ളിയിലേക്ക് ക്ഷണിച്ചിരുന്നത്. നഗാരമുഴക്കമാണ് നമസ്കാരത്തിന് പുറമെ സമയം അറിയിക്കുന്നതിനും നാട്ടുകാർക്ക് ഉപകാരമായിരുന്നത്. കാലങ്ങളോളം പള്ളിയിലെ പ്രത്യേക അറിയിപ്പുകൾ വരെ നഗാരം മുഴക്കിയിരുന്നെങ്കിലും നിലവിൽ നമസ്കാര സമയത്തും നോമ്പുകാലത്തുമായി നഗാരിയുടെ മുഴക്കം തുടർന്നുവരികയാണ്. മധ്യകാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഈ ഉപകരണം പ്രചാരണത്തിൽ വന്നത്. പുതുനഗരത്ത് തന്നെ 300 കൊല്ലത്തോളം പഴക്കമുള്ള ഈ പള്ളിയുടെ കീഴിൽ നിരന്തരം എല്ലാവർക്കും ഒരു അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ നഗാര. മറ്റേ കറണ്ടും മറ്റും വൈദ്യുതി ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ പുതുനഗരത്ത് 5 നേരം ബാങ്ക് വിളിക്ക് പകരം ഈ നഗാര അടിച്ചുകൊണ്ടാണ് ആൾക്കാരെ നിസ്കാരത്തിന് ക്ഷണിക്കുന്നത്. നിസ്കാരത്തിന് മാത്രമല്ല, പുതുനഗരത്ത് എന്തെങ്കിലും മഹലത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടെങ്കിലും ഈ നഗാര ഏത് സമയത്ത് അടിച്ചാലും ഈ പ്രദേശത്ത് മുഴുവൻ ആളുകളും ഈ പള്ളിയിലേക്ക് എത്തിച്ചേരും. അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട് ഈ നഗരയിലേക്ക്. അല്ലെങ്കിൽ ഈ മഹലത്തിൽ എന്തെങ്കിലും ചെറിയ അനിഷ്ട പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ നഗര അടിച്ചുകൊണ്ടാണ് എല്ലാവരെയും വിളിക്കുന്നത്. പുതുനഗരം മഹലം സംബന്ധിച്ച് 2000-ഓളം വീടുകളുണ്ട്. ഈ പള്ളിയുടെ കീഴിൽ 3 നിസ്കാര പള്ളി പ്രവർത്തിച്ചു വരുന്നുണ്ട്. 2000 വീടുകളെന്ന് പറയുമ്പോൾ കരിപ്പോട്, പൂന്തോണി ഇതുവരെ പുതുനഗരം പഞ്ചായത്തിൻ്റെ അവസാന ഭാഗം വരെ ഈ മഹലത്തിൻ്റെ ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവർക്കൊക്കെ ഈ ഓർമ്മപ്പെടുത്തലാണ് അത്താഴത്തിന്, പ്രത്യേകിച്ച് അത്താഴ സമയത്തൊക്കെ ഈ റമദാനിൽ ഈ നഗര അടിച്ചുകൊണ്ടാണ് എല്ലാവരെയും വിളിച്ചുണർത്തുന്നത്. പിന്നെ അതേപോലെ ഈ പെരുന്നാളൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് സമയം കൊടുക്കാൻ വേണ്ടിയിട്ട് 3 പ്രാവശ്യമായിട്ടാണ് ഈ നഗര ശബ്ദമുയർത്തുന്നത്. 8 മണിക്കാണ് നിസ്കാരം പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് ഒരിക്കൽ അടിക്കും, പിന്നെ 6:30-ക്ക് അടിക്കും, 7 മണിക്ക്, അങ്ങനെ 3 പ്രാവശ്യം. ഈ 3-ാം നഗര അടിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിന് സമയമായി എന്നാണ് ഇതിൻ്റെ ചരിത്രം. ഈ നഗരയെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നഗാരയാണ് എല്ലാവർക്കും ഒരു വിളിച്ചുണർത്തുന്ന ഒരു ഇതായിട്ട് കാണുന്നത്. UTV ന്യൂസ്, പാലക്കാട്.